ഒരു വ്യക്തിക്കപ്പുറമായിട്ട് പിന്നെ ഈ ഇന്റേണൽ മാർക്ക് നിർബന്ധമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പരീക്ഷാ സമ്പ്രദായങ്ങളും ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇത് മാത്രമല്ല, ഇപ്പോൾ ഡിഗ്രി കോഴ്സിനാണെങ്കിൽ 3 വർഷം എന്നുള്ള 4 വർഷം ആയി മാറിയിരിക്കുന്നു. ഞങ്ങൾ 1 മുതൽ 10 വരെയുള്ള ഇതിൽ മിനിമം മാർക്ക് സമ്പ്രദായം ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ മിനിമം മാർക്ക് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു കാര്യം കൂടെ നമ്മൾ ഇൻഫർമേഷൻ കൊടുത്തിരുന്നു. ഇന്റേണൽ മാർക്ക് നിരന്തര മൂല്യനിർണ്ണയത്തിന് 20 മാർക്കുണ്ട് അധ്യാപകർക്ക് സ്കൂളിൽ. അത് ഒരു കൂട്ടായ ആലോചനയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ. അല്ല അധ്യാപകൻ ഇഷ്ടം പോലെ ഒരു ദാനം ചെയ്യാൻ വേണ്ടി പറ്റില്ല. അധ്യാപകന് ഇഷ്ടം പോലെ തനിക്ക് സൗകര്യമുള്ളവർക്കും ദാനം ചെയ്യുക ഉള്ള ഒരു മാർക്കായി ഇന്റേണൽ മാർക്കിനെ കാണാൻ വേണ്ടി പറ്റില്ല. ഇന്റേണൽ മാർക്കിന് അതിൻ്റേതായ ഒരു മാനദണ്ഡം, ക്രൈറ്റീരിയ ഉണ്ടാവണം. ഇന്റേണൽ മാർക്ക് തെറ്റായ മാർഗത്തിലൂടെ ഉപയോഗിക്കുന്ന അധ്യാപകർക്കെതിരെ കർശന നടപടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള നിയമങ്ങൾ വേണ്ടി വന്നാൽ ആവശ്യമുണ്ടെങ്കിൽ അതും ആവശ്യമാണ് എന്നുള്ള കാര്യമാണ് എനിക്ക് അതിനെ സംബന്ധിച്ചോളം സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ ഇയാളുടെ പിതാവ് പറയുന്നത് നിന്നെ തോൽപ്പിക്കും, നിന്റെ ജീവിതത്തിൽ നീ രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നില്ല, നിന്നെ തോൽപ്പിക്കും എന്നൊക്കെയാണ് പറയുന്നത്. മറ്റ് കാര്യങ്ങളൊക്കെ എന്തൊക്കെ ആയിക്കോട്ടെ, പക്ഷേ ഒരു ജാതി പറഞ്ഞ് നിരന്തരമായി ആക്ഷേപിക്കുക, സാംസ്കാരിക ശൂന്യമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുക, ഇതൊന്നും നമുക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല. ഇന്നലെ എനിക്ക് വേദന ഉണ്ടായ ഒരു സംഭവം ആ അച്ഛൻ പറയുകയാണ്. ആ കോളേജിൽ നിന്ന് ഒരു അധ്യാപകൻ ഒരാൾ പോലും അവിടെ വന്ന് തിരിഞ്ഞു നോക്കിയില്ല, നോക്കിയിട്ടില്ല. എന്ന് മാത്രമല്ല ഒരു കുട്ടികളും വന്നില്ല. എല്ലാ കുട്ടികളെയും ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. പോകുന്നവർക്ക് ഈ ഇന്ത്യയിലെ മാർക്ക് കിട്ടില്ല, നിന്നെ തോൽപ്പിക്കുന്നു പോകുന്നവരെ. അവൻ്റെ കുട്ടികളെ പേടിച്ച് തൻ്റെ സഹപ്രവർത്തകൻ്റെ അതിനോട് അവസാനം വിട പറയുന്നതിന് വേണ്ടി പോലും വരുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ വിദ്യാഭ്യാസ രംഗത്ത് ഇത്തരം ചില കോളേജുകൾ, നമ്മളിപ്പം കോളേജുകൾ ഉണ്ട്. അത് നമുക്ക് സമൂഹം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട്, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നിന്നുകൊണ്ട് കാര്യങ്ങൾ നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ അവരിന്നലെ പറഞ്ഞത് വാടക വീട്ടിലാണ് താമസിക്കുന്നത്. വീടിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. ചില ആൾക്കാരെല്ലാം വീട് സംഭാവന ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോയി, പറഞ്ഞിട്ട് പോയി. ഞാൻ അതെത്രമാത്രം നടക്കുമെന്ന് അറിയില്ല. കാര്യം വെച്ചാൽ വയനാടൊക്കെ സംഭാവന ചെയ്യാമെന്ന് ഡിക്ലെയർ ചെയ്ത ശേഷം ഇതുവരെ വീട് വയ്ക്കാൻ പറ്റിയിട്ടില്ലല്ലോ. അപ്പോൾ നമ്മളെന്തായാലും ഈ പൊതുവിൽ ഒരു ആലോചന നടത്തി, മുഖ്യമന്ത്രിയും കൂടെ വന്നതിന് ശേഷം ആലോചന നടത്തി ഈ കുടുംബത്തിൻ്റെ വീടിൻ്റെ കാര്യവും അതേപോലെ തന്നെ മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സാമൂഹികപരമായും സാമ്പത്തികപരമായും വളരെ വളരെ പിന്നോക്കം നിൽക്കുന്ന സമൂഹം എന്നുള്ള നിലയിൽ അവരോടൊപ്പം നിന്നുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ആലോചിക്കും. ഒരാളിൻ്റെ ജീവൻ നഷ്ടപ്പെട്ട കാര്യവും അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ വേറെ ചില്ലറ കാര്യങ്ങൾ കൊണ്ടുവരുന്നതിലൊന്നും ഒരു കാര്യമില്ല. ലോൺ എടുത്തെന്നോ അല്ലെങ്കിൽ താമസിച്ച ക്ലാസ്സിൽ വന്നെന്നോ അല്ലെങ്കിൽ അറ്റൻഡൻസ് കുറവെന്നോ അത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അതൊന്നും ഇതിൻ്റെ മുന്നിൽ നിൽക്കുന്ന പ്രശ്നമില്ല. ഇത് ഇന്നലെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ഗോതമാഷ് അവിടെ പോയിരുന്നു, ഞാൻ പോയിരുന്നു. തിരുവനന്തപുരം ജില്ലയിലാണ് അവർ താമസിക്കുന്നത്. ജില്ലയിലെ മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ പോയിരുന്നു. അവർക്ക് എല്ലാ ഹെൽപ്പും ചെയ്യുന്നതിന് വേണ്ടി തയ്യാറാണ് എന്നുള്ള നിലയിൽ പറഞ്ഞു. എന്ത് ഹെൽപ്പ് ചെയ്താലും അവർക്ക് അതിന് ബദലാവില്ലെന്ന് നമുക്കറിയാം. എങ്കിലും പോലീസ് വളരെ ക്വിക്കായിട്ടാണ് ആക്ഷനിലേക്ക് പോയത്. പ്രത്യേക സ്ക്വാഡിനെ രൂപീകരിച്ചു. അവർ തിരുവനന്തപുരത്ത് നിന്ന് എത്തുമെന്നാണ് പറയുന്നത്. നിതിൻ്റെ അച്ഛൻ്റെയും അത് ബന്ധുക്കളുടെയൊക്കെ തന്നെ ഈ മൊഴിയൊക്കെ എടുക്കുന്നതിന് വേണ്ടി. എന്തായാലും ഇനി ഇത് നമ്മൾ 2-3 സംഭവത്തിൽ ഇനി ഇത് ആവർത്തിക്കില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും ഇതേപോലുള്ള ചില പ്രൊഫസർമാരും ചില ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സും നാട്ടിന് അപമാനമാണ്, നമ്മുടെ കേരളത്തിന് അപമാനമാണ്. അവർക്ക് അധികാരം കയ്യിൽ കിട്ടിയാൽ എന്തും എന്നുള്ളതാണ്. ആരെയും ഇതേ രൂപത്തിൽ വേർപാടുണ്ടാക്കുന്ന രൂപത്തിലുള്ള വാക്കുകൾ, ഒരു അടി ഒരാൾക്ക് കൊടുത്താൽ മാഞ്ഞു പോകും. പക്ഷെ ഒരു വാക്ക് മായുമില്ല, അത് മനസ്സിൽ കിടക്കും. അതാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്.
അതിൻ്റെയൊക്കെ കൃത്യം എനിക്കറിയില്ല. ടീമിന് അവിടുത്തെ നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള ഞാൻ കമ്മീഷണർ സംസാരിച്ചു ഫോണിൽ കൂടെ. നമ്മൾ ട്രിവാൻഡ്രത്തുണ്ടായിരുന്ന DCP ആണ് അടുത്ത SP, അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ പിന്നെ 6 പേരോ 7 പേരുള്ള ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനുണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം അത് നമുക്ക് അറിയേണ്ട കാര്യമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല, വിശദമായിട്ട് ചോദിക്കാം. പറയാത്തത് വലിയ ഭീഷണികളും വലിയ തരത്തിലുള്ള സത്യപ്രയോഗങ്ങളും നടത്തുന്ന മനുഷ്യനാണ് അധ്യാപകൻ എന്നതാണ്. അപ്പോൾ ഇപ്പോഴത്തെ സസ്പെൻഷൻ കഴിഞ്ഞ അദ്ദേഹം തിരികെ ഇതേ പോസ്റ്റിലേക്ക് തന്നെ അവിടേക്ക് തന്നെ എത്താനുള്ള സാധ്യതകളുണ്ട്. മറ്റു കുട്ടികൾ നമ്മുടെ പ്രശ്നം അതാണ്. ഇതിപ്പോൾ വളരെ ഗൗരവമായിട്ടും സീരിയസ് ആയിട്ട് എടുക്കുന്നു. നമ്മളെല്ലാവരും സഹകരിക്കുന്നുണ്ട്. ആ കുടുംബത്തോട് പിന്നെ നിതിൻ്റെ കുടുംബത്തോട് നമ്മൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ കോടതിയിൽ ചെല്ലുമ്പോൾ പലപ്പോഴും പിന്നെ വേണ്ടവണ്ണം തെളിവുകളോ മറ്റു കാര്യങ്ങളില്ലാത്തതിൻ്റെ ഫലമായിട്ട് ഇത്തരം പിന്നെ ദ്രോഹികൾ രക്ഷപ്പെട്ടു പോകുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇക്കാര്യത്തിൽ ആ രക്ഷപ്പെടലിനെ തടയിടുന്നതിന് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയുന്ന സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് ആലോചിക്കും. റാഗിംഗ് അടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് നിയമമുണ്ട്. ഇത്തരത്തിൽ അധ്യാപകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു പ്രോട്ടോകോൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ കുട്ടികൾക്ക് അവരുടെ അവകാശം സംരക്ഷിക്കാനും നിയമപരമായി ഇത്തരം കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് പരിരക്ഷ കിട്ടാനും അങ്ങനെ എന്തെങ്കിലും നിയമത്തെക്കുറിച്ച് വരുന്ന സർക്കാരെങ്കിലും ആലോചിക്കട്ടെ. ഞാനതാണ് പ്രൊഫഷണൽ കോളേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇന്ത്യയിലെ മാർക്ക് തന്നെയാണ്. ഒരു അധ്യാപകൻ വിചാരിച്ചാൽ ഒരു കുട്ടിയെ തോൽപ്പിക്കാൻ ജയിപ്പിക്കാം, അത് തന്നെയാണ്. അപ്പം അതിന് ഒരാളെ മാത്രം നമ്മൾ ഏൽപ്പിക്കേണ്ട കാര്യമില്ല, ഒരു സമിതിയെ ഏൽപ്പിക്കണം. ഇപ്പം മെഡിക്കൽ ബോർഡ് ഉണ്ടല്ലോ, ഇപ്പോൾ പുതുതായിട്ട് നമ്മുടെ മെഡിക്കൽ ബോർഡിൽ ഇപ്പം മുൻപൊക്കെ ഏതെങ്കിലും ഒരു ഡോക്ടർ സർട്ടിഫിക്കറ്റ് ചെയ്താൽ മതിയല്ലോ, ഇപ്പം അത് പോരല്ലോ. ഒരു മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് ചെയ്താലേ ആ സർട്ടിഫിക്കറ്റ് നമുക്ക് ട്രാൻസ്ഫറിനോ പ്രൊമോഷനോ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ പ്രയോജനപ്പെടുത്താറുള്ളൂ. അതുകൊണ്ട് അത് ചർച്ച ചെയ്യണം. നമ്മൾ ഏകപക്ഷീയമായി നമ്മൾ പറയേണ്ട ഒരു കാര്യമില്ല. അതിൻ്റെ ഒരു പിന്നെ എങ്ങനെ വേണം സമീപിക്കേണ്ടെന്ന കാര്യം സംബന്ധിച്ചുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞു. ഇത് നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. പലരും പുറത്ത് പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. പലരും വളരെ പ്രതീക്ഷയോടുകൂടി ഡോക്ടറാവാൻ, എഞ്ചിനീയർ ആവാൻ, അഗ്രികൾച്ചർ ഓഫീസർ ആവാനൊക്കെ വരുന്നവർ അങ്ങ് സഹിക്കുകയാണ്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്ന കാര്യങ്ങളെല്ലാം ഗവൺമെൻറ് ഇടപെടുന്നുണ്ട്, യൂണിവേഴ്സിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുന്ന കാര്യങ്ങളെല്ലാം യൂണിവേഴ്സിറ്റി ഇടപെടുന്നുണ്ട്. പക്ഷേ ഒന്നും മിണ്ടാതെ നടന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ പിന്നെ കുറേ കാര്യങ്ങളെങ്കിലും അറിയുന്നത് ഗവൺമെൻറ് പുതിയ കൗൺസിലിംഗ് കൊണ്ടുവന്നു, പല കോളേജുകളിൽ കൗൺസിലിംഗ്. അപ്പോഴൊക്കെയാണ് ചിലപ്പോൾ ഈ കാര്യങ്ങൾ പുറത്തു കൊണ്ട് വരുന്നത്. എന്തായാലും ഇതൊരു പിന്നെ ഇടതുപക്ഷത്തിൻ്റെ ഇഷ്യൂയോ പിന്നെ വലതുപക്ഷത്തിൻ്റെ ഇഷ്യൂയോ BJPയുടെ ഇഷ്യൂയോ എന്നല്ല, ഇതൊരു പൊതു ഇഷ്യൂ ആയിട്ട് നമ്മളിതിനെ കാണേണ്ടതായിട്ടുണ്ട്. അത് ഈ മാർക്ക്, ഈ ഇന്ത്യയിലുള്ള മാർക്കാണല്ലോ ഇവരെ ഇത്രയും ബുദ്ധിമുട്ടിക്കുന്നത്. ആ ഇന്ത്യയിലെ മാർക്ക് ഒരു വ്യക്തി കൊടുക്കേണ്ട കാര്യമില്ല. അതിന് സംവിധാനത്തെ പറ്റി ആലോചിക്കണം, അതിന് കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള അതോറിറ്റിയെ പറ്റി ആലോചിക്കണം. ഇപ്പോൾ നമ്മൾ സ്കൂളിൽ അങ്ങനെ ചെയ്തല്ലോ, സ്കൂളിൽ മിനിമം മാർക്ക് ഏർപ്പെടുത്തി. ഇന്ത്യയിലെ മാർക്ക് കൊടുക്കുന്നത് പഠിപ്പിക്കുന്ന അധ്യാപകരോട് കൂട്ടായി ആലോചിച്ചുകൊണ്ട് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറയും. ആ ക്ലാസ് എടുക്കുന്ന അധ്യാപകരോട് പരസ്പരം ആലോചിച്ചുകൊണ്ട് മാത്രമേ ഇന്ത്യയിലെ മാർക്ക് അവസാന രൂപം കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ എന്നിപ്പോൾ സ്കൂളുകളിൽ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പം സ്കൂളുകൾ ഈ വർഷം മുതൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്തു വരുന്നത്. മറിച്ച് എനിക്ക് താല്പര്യമുള്ള ആളുള്ള കുട്ടിയാണെങ്കിൽ 25-24 കൊടുക്കും. ഞാൻ പറയാം, ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞ് കേൾക്കാത്ത കുട്ടിയാണെങ്കിൽ പിന്നെ 10% ആക്കിയിടും, അതുവഴി അവൻ തോറ്റ്. ഇപ്പം ഇതൊരു മാനേജ്മെന്റ് പ്രതികളുടെ ചർച്ചയ്ക്കൊന്നും വേണ്ട. നിയമാനുസരണമായി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഗവൺമെന്റ് ആലോചിക്കട്ടെ. ഗവൺമെന്റ് ആ നിലയിൽ പോകുക. മാനേജ്മെന്റ് ചർച്ച ചെയ്യേണ്ട കാര്യം എന്താ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.